ഇവൾ വലിയൊരു മന്ത്രവാദിനിയാണ്, അതുകൊണ്ട് തന്നെ സൂപ്പർ പവേഴ്സ് ഒരുപാടുണ്ട്. പക്ഷെ ഇവക്ക് ഇവളുടെ പവർ കൂട്ടാൻ വേണ്ടി റാണിയുടെ മാന്ത്രിക ദണ്ഡ് ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി സെക്യൂരിറ്റിക്ക് ഒരു ആപ്പിൾ കൊടുത്ത് വശീകരിക്കാൻ ശ്രമിച്ചു. ആപ്പിൾ കണ്ടപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഒരു കടി കടിച്ചതും സെക്കൻഡുകൾക്കുള്ളിൽ അവൾ മയങ്ങി വീണു. മാന്ത്രിക ദണ്ഡ് അന്വേഷിച്ച് റൂമിലേക്ക് പോയപ്പോൾ റാണി അവിടെ ഉണ്ടായിരുന്നു. റാണി അത് എടുക്കുന്നതിന് മുമ്പ് ഇവൾ തന്റെ പവർ യൂസ് ചെയ്തു. അവളെ ഒരു പടമാക്കി മാറ്റി. റാണിയുടെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അവളുടെ പവർ യൂസ് ചെയ്ത് വായങ്ങടയ്ക്കുന്നു. പക്ഷെ അവൾക്ക് ആ മാന്ത്രിക ദണ്ഡ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കിട്ടിയത് ഈ കുട്ടിയുടെ കൈകളിലാണ്. ആ കുട്ടിക്കാണെങ്കിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അവളുടെ അച്ഛൻ അവിടുത്തെ ഏറ്റവും വലിയ സിംഗറെ പൊട്ടിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗായകനായി മാറണം. അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു സുഹൃത്തിനെ അവൾ സഹായത്തിന് വിളിച്ചു. അവൻ മാന്ത്രിക ദണ്ഡ് വീശിയതും എത്തിയത് ഒരു ഭീകരന്റെ മുമ്പിലാണ്. ലവനെ ചെറുതാക്കാൻ വേണ്ടി വീണ്ടും മറ്റവൻ മാന്ത്രിക ദണ്ഡ് ഉപയോഗിച്ചു. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. തിരിച്ച് സ്ഥലത്തെത്തിയതിനു ശേഷം ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാന്ത്രിക ദണ്ഡ് വീശി. അവിടെ ഉണ്ടായിരുന്ന കുതിരവണ്ടിയിലെ കുതിര ഒരു ചെറിയ എലിയായിട്ട് മാറി. ആ വണ്ടിയാണെങ്കിൽ മത്തങ്ങയുടെ രൂപത്തിലുമായി. അതിന്റെ പവർ കൊണ്ട് അവളുടെ അച്ഛൻ ഒരു സ്റ്റാച്ചു ആയിട്ട് മാറി.